Good morning to all my dear students. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹിഗ്സിയൻ ഡീകോമ്പോസിഷൻ ഓഫ് പ്രൈസ് ഇഫക്റ്റ് ഇൻറ്റു ഇൻകം ഇഫക്റ്റ് അല്ലേ, ആ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന്. ഹിഗ്സിയൻ ഡീകോമ്പോസിഷൻ പ്രൈസ് ഇഫക്റ്റ് ഇൻറ്റു ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെ കേസിലുള്ള നോർമൽ ഗുഡ്സിൻ്റെ നോർമൽ കമ്മോഡിറ്റിയുടെ കേസായിരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സാധാരണ ഇനി നമുക്ക് വേഗം അടുത്തതിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിഗ്സിൻ അപ്രോച്ചിൽ തന്നെ ഇൻഫീരിയർ കമ്മോഡിറ്റിയുടെ കേസിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം. ഇൻഫീരിയർ കമ്മോഡിറ്റി കേസ് ഹിഗ്സിൻ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഫോർ എനി കമ്മോഡിറ്റി റൈസ് ഇറ്റ്സ് ഡിമാൻഡ് ഡ്യൂ ടു ഫാൾ ഇൻ റിലേറ്റീവ് പ്രൈസ് അല്ലേ. ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. എന്താണ് അതിന് കാരണമായിട്ട് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് കൊണ്ട് ഏതൊരു സാധനത്തിൻ്റെയും, അത് ഇൻഫീരിയർ ഗുഡ് ആയിക്കോട്ടെ, നോർമൽ ഗുഡ് ആയിക്കോട്ടെ, ലക്ഷറി ഗുഡ് ആയിക്കോട്ടെ, ഏത് ഗുഡാണെങ്കിലും ഏത് സാധനം ആണെങ്കിലും വില കുറയുന്ന സമയത്ത് അതിൻ്റെ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് വർദ്ധിക്കുന്നു, കൂടുന്നു എന്നുള്ളതാണ്. സപ്പോസ് ദർ ആർ ഓൺലി 2 ഗുഡ്സ് ഇൻ ദി മാർക്കറ്റ്, 2 ഗുഡ്സുകൾ മാത്രമേ ഉള്ളൂ. എന്താണ്? എ ആൻഡ് ബി. whenever relative price of A falls compared to that B, B അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വില കുറഞ്ഞാൽ എ ബിക്കംസ് ചീപ്പർ കമ്പയർഡ് ടു ബി അല്ലേ. എ എന്താകും? ബി അപേക്ഷിച്ചിട്ട് ചീപ്പായിട്ടുള്ള സാധനമാകും, വില കുറഞ്ഞ സാധനമാകും. ദെർഫോർ ഡിമാൻഡ് ഫോർ എ ഇൻക്രീസ് ആൻഡ് ദാറ്റ് ഫോർ ബി ഡിക്രീസ് അല്ലെ. എന്തുകൊണ്ട്? അപ്പോൾ എന്താകും? എ ചീപ്പറാവുന്നതുകൊണ്ട് എന്താകുന്നു? എൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു, ബി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആസ് എ റിസൾട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. എന്ത് കാരണം കൊണ്ടാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നുള്ള കാരണം കൊണ്ടാണ്. ദസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ആൾവേസ് പോസിറ്റീവ്. അത് മനസ്സിലാക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ്? എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ബോത്ത് റിയൽ ഇൻകം ആൻഡ് ഡിമാൻഡ് മൂവ് ഓൺ ദി സെയിം ഡയറക്ഷൻ. എന്തുകൊണ്ടാണ്? റിയൽ ഇൻകം വർദ്ധിക്കുന്നു, ഡിമാൻഡ് കൂടുന്നു. അതുകൊണ്ടാണ് ഇതുകൊണ്ട് പോസിറ്റീവാണെന്ന് പറയാൻ കാരണം. ബോത്ത് ഇൻക്രീസ്, രണ്ടും എന്ത് ഇൻക്രീസ് ചെയ്യുന്നു. മോർ ഓവർ വെൻ ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫാൾസ്, സാധനത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് ടു അതർ കമ്മോഡിറ്റി കൺസ്യൂമർ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദി ചീപ്പർ കമ്മോഡിറ്റി ഇൻ പ്ലേസ് ഓഫ് കോസ്റ്റർ വൺ അല്ലേ. 2 സാധനത്തിൻ്റെ വില കുറയുന്ന സമയത്ത് വില കൂടിയ സാധനത്തിൻ്റെ പകരം നമ്മൾ വില കുറഞ്ഞ സാധനം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദിസ് ഡിമാൻഡ് ഇൻക്രീസ്. സിൻസ് ദ ഡിമാൻഡ് ഇൻക്രീസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് വിൽ ബി ആൾവേസ് പോസിറ്റീവ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്തായിരിക്കും? എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കും. പക്ഷേ ദ ഇൻകം ഇഫക്റ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കും, എന്നാൽ ഇൻകം ഇഫക്റ്റ് എല്ലായ്പ്പോഴും എന്തല്ല? പോസിറ്റീവല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നോർമൽ ഗുഡ്സിലാണെങ്കിൽ പോസിറ്റീവായിരിക്കും, ഇൻഫീരിയർ ഗുഡ്സിലാണെങ്കിൽ പോസിറ്റീവായിരിക്കും. എന്നാൽ ഇൻകം ഇഫക്റ്റ് എന്തല്ല? എല്ലായ്പ്പോഴും പോസിറ്റീവല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി കമ്മോഡിറ്റി. എന്താണ്? കമ്മോഡിറ്റിയുടെ നേച്ചർ അനുസരിച്ചാണ്, സ്വഭാവത്തിനനുസരിച്ച്, എന്ത് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റിയാണ് എന്നതിനനുസരിച്ചാണ്. ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ നോർമൽ ഗുഡ്സ്. നോർമൽ ഗുഡ്സിന് എന്തായിരിക്കും? ഇത് പോസിറ്റീവായിരിക്കും. നോർമൽ ഗുഡ്സിൽ എന്തായിരിക്കും? ഈ ഇൻകം ഇഫക്റ്റ് പോസിറ്റീവായിരിക്കും. ദിസ് ഈസ് ബിക്കോസ് വെൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ഫാൾ ദ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസ്. ഹെൻസ് ഹീ വിൽ ഡിമാൻഡ് മോർ ഓഫ് ദാറ്റ് ഗുഡ് അല്ലേ. സാധനത്തിൻ്റെ വില കുറയുന്ന സമയത്ത് കൺസ്യൂമറിൻ്റെ റിയൽ ഇൻകം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ സാധനത്തിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? ആവശ്യപ്പെടുന്നു. ദസ് ദ ഡിമാൻഡ് ഫോർ എ ഇൻക്രീസസ്. ഹെൻസ് ദ പ്രൈസ് ഓഫ് എഫക്റ്റ് ഫോർ എ ഈസ് പോസിറ്റീവ്. എന്തായിരിക്കും? പ്രൈസ് ഇഫക്റ്റ് എന്താണ്? പോസിറ്റീവായിരിക്കും എന്നുള്ളതാണ്. ഓൺ ദി അതർ ഹാൻഡ്, അതേസമയം തന്നെ ഇൻകം എഫക്റ്റ് ഫോർ ഇൻഫീരിയർ ഗുഡ് ഈസ് നെഗറ്റീവ്. എന്നാൽ ഇൻകം ഇഫക്റ്റ് ഫോർ ഇൻഫീരിയർ ഗുഡ് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. അപ്പോൾ നോർമൽ ഗുഡ്സിൽ എന്താണ്? ഇൻകം എഫക്റ്റ് പോസിറ്റീവും, ഇൻഫീരിയർ ഗുഡിൽ എന്തായിരിക്കും? നെഗറ്റീവുമായിരിക്കും. സപ്പോസ് ദർ ആർ 2 ഗുഡ്സ്, 2 ടൈപ്പ് ഓഫ് ഗുഡ്സ്, എക്സ് ആൻഡ് വൈ അല്ലെ. എക്സ് ആൻഡ് വൈ ആണ് ഗുഡ്സ്. എക്സ് ഈസ് ഇൻഫീരിയർ വൈൽ വൈ ഈസ് നോർമൽ. എക്സ് എന്താണ്? ഇൻഫീരിയർ ആണ്, വൈൽ എന്താണ്? നോർമൽ ആണ്, അല്ലെങ്കിൽ സുപ്പീരിയർ ഗുഡാണ്. സപ്പോസ് ദ പ്രൈസ് ഓഫ് എക്സ് ഇൻഫീരിയർ ഗുഡ് ഫാൾ, ദ പ്രൈസ് ഓഫ് വൈ ആൻഡ് ബോത്ത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ റിമെയിൻ ദ സെയിം അല്ലേ. കൺസ്യൂമറിൻ്റെ കയ്യിലുള്ള ഇൻകവും അതോടൊപ്പം തന്നെ വൈയുടെ വിലയിലും യാതൊരു മാറ്റവും ഇല്ല, അതങ്ങനെ അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ദെൻ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഓഫ് എക്സ് ഈസ് പോസിറ്റീവ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഓഫ് എക്സ് എന്താണ്? പോസിറ്റീവാണ്. ദിസ് ഈസ് ബിക്കോസ് എക്സ് ബിക്കംസ് ചീപ്പർ ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ് വിൽ ഇൻക്രീസ്. എക്സ് എന്ത് ചെയ്യുന്നു? ചീപ്പറാകുന്നു, അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു, കൂടുന്നു എന്നുകൊണ്ടാണ്. ബട്ട് വെൻ ഇറ്റ്സ് പ്രൈസ് ഫാൾ, അതിൻ്റെ വില കുറയുന്ന സമയത്ത് റിയൽ ഇൻകം ഇൻക്രീസ് അല്ലെ. റിയൽ ഇൻകം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ആവുന്നു, കൂടുന്നു. ദ കൺസ്യൂമർ നോ ലോങ്ങർ വാണ്ട്സ് ടു പർച്ചേസ് ദ ഇൻഫീരിയർ ഗുഡ്. എന്താണ്? കൺസ്യൂമർക്ക് എന്തില്ല? കൂടുതൽ കാലം ഈ ഇൻഫീരിയർ ഗുഡ് തന്നെ വാങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് എന്തെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യും? ഹി റെഡ്യൂസ് ഹിസ് ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് ആൻഡ് പർച്ചേസ് നോർമൽ ഗുഡ്സ് ഇറ്റ്സ് പ്ലേസ്. എന്ത് ചെയ്തു? സാധനത്തിൻ്റെ വില കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നമുക്ക് കപ്പയും ഉണ്ട്, ഇറച്ചിയും വാങ്ങാനുണ്ട്.
ഇറച്ചി വാങ്ങണ്ടേ. കപ്പയ്ക്ക് കിലോ ഒരു 50 രൂപ വിലയുണ്ട്, ഇറച്ചിക്ക് കിലോ 250 രൂപയും വിലയുണ്ടെന്ന് കരുതിക്കോളൂ. നമ്മളൊരു 250 കിലോ അല്ലെങ്കിൽ വിലയുള്ള കപ്പ എന്ത് ചെയ്യുന്നു, നമ്മൾ 250 കിലോ ഉള്ള ഇറച്ചി 1 കിലോ വാങ്ങി, ബാക്കി 5 കിലോ കപ്പയും എന്ത് ചെയ്യുന്നു വാങ്ങി എന്ന് കരുതാം. 50 രൂപക്ക് 5 കിലോ കപ്പ വാങ്ങിച്ചിട്ട് 250 രൂപ ആയി. 250 രൂപ 500 രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. പെട്ടെന്നാണ് കപ്പയുടെ വില 25 രൂപയായിട്ട് കുറഞ്ഞു എന്ന് കരുതുക. നമ്മൾ വീണ്ടും എന്ത് ചെയ്യില്ല, ഒരു 15 കിലോ കപ്പ വാങ്ങാൻ തീരുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 5 കിലോ കപ്പ വാങ്ങുന്നു അല്ലേ. എത്ര രൂപയ്ക്ക്? 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക്, 125 രൂപയ്ക്ക്, 150 രൂപയ്ക്ക് നമ്മൾ കപ്പ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 100 രൂപ അഡീഷണൽ പൈസ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? ഇറച്ചി വാങ്ങാനായിരിക്കും ഉപയോഗിക്കുക. കാരണം എന്താണ്? ഇറച്ചി ഒരു സുപ്പീരിയർ ഗുഡാണ്. കപ്പ എന്തല്ല, ഒരു സുപ്പീരിയർ ഗുഡല്ല, ഇൻഫീരിയർ ഗുഡാണ്. അതാണ് ഈ കേസിൽ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻഫീരിയർ കമ്മോഡിറ്റിയുടെ കേസിൽ വില കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് എന്തില്ല വാങ്ങി നിൽക്കാൻ കൺസ്യൂമർ തയ്യാറാക്കില്ല. അതിന് പകരം എന്ത് ചെയ്യും, സുപ്പീരിയർ ഗുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് പറഞ്ഞത്. ബട്ട് when its price fall, real income increase. The consumer no longer wants to purchase the inferior good. എന്തില്ല, കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ കാലം ഇങ്ങനെ ഇൻഫീരിയർ ഗുഡ് തന്നെ വാങ്ങി ഇതാക്കണമെന്ന് കരുതില്ല. ഹി റെഡ്യൂസ് ഹിസ് ഡിമാൻഡ്. അതേ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ആക്കുന്നു. ഫോർ ഇൻഫീരിയർ ഗുഡ്, ആ ഇൻഫീരിയർ ഗുഡിന് ഡിമാൻഡ് റെഡ്യൂസ് ആക്കുന്നു. then എന്ത് ചെയ്യുന്നു, ആൻഡ് പർച്ചേസ് നോർമൽ ഗുഡ്സ് ഇറ്റ്സ് പ്ലേസ്. ആ സാധനത്തേക്ക് എന്ത് ചെയ്യുന്നു, നോർമൽ ഗുഡ്സിനെ വാങ്ങുന്നു. ദസ് ഫോർ ഇൻഫീരിയർ ഗുഡ് ദ ഇൻകം ഇഫക്റ്റ് ഈസ് നെഗറ്റീവ്. അതുകൊണ്ട് തന്നെ ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ എന്താണ്, ഇൻകം ഇഫക്റ്റ് എന്താണ്, നെഗറ്റീവാണ്. ആസ് ഓൾറെഡി പോയിൻറ്റഡ് ഔട്ട്, ദ പ്രൈസ് ഇഫക്റ്റ് ഈസ് സം സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് ഇൻകം എഫക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകം സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പ്ലസ് ഇൻകം എഫക്റ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും കൂടി വന്നിരുന്നതാണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ആൻഡ് ഇൻകം എഫക്റ്റും എന്താണ്, വിപരീതമായിട്ടാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പ്രവർത്തിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എല്ലായ്പ്പോഴും പോസിറ്റീവായിരിക്കുമ്പോൾ ഇൻകം ഇഫക്റ്റ് എല്ലായ്പ്പോഴും എന്തല്ല, പോസിറ്റീവ് അല്ല. നോർമൽ ഗുഡ്സിൽ മാത്രം പോസിറ്റീവ്, ഇൻഫീരിയർ ഗുഡ്സിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആകുന്നു, ഇൻകം ഇഫക്റ്റ് എന്താണ്, നെഗറ്റീവ് ആകുന്നു. However, എങ്ങനെയൊക്കെയാണ്, ദ പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ഓർ മോർ ദാൻ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ്. എന്താണ്, പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് സ്ട്രോങ്ങർ ഉണ്ടായിരിക്കും എന്നതിനൊക്കെ അപേക്ഷിച്ച് നെഗറ്റീവ് ഇൻകം ഇഫക്റ്റിനെ അപേക്ഷിച്ചിട്ട് ഒന്നുകൂടി സ്ട്രോങ് ഏതായിരിക്കും, പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആയിരിക്കും. പുട്ട് ഇൻ അനദർ വേ, ദ നെഗറ്റീവ് ഇൻകം ഇഫക്റ്റ് ഈസ് സ്മാളർ ഓർ വീക്കർ ദാൻ ദി പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇൻകം ഇഫക്റ്റിൻ്റെ നെഗറ്റീവ് എന്തെങ്കിലും ചെറിയൊരു അംശമാണെങ്കിൽ പോസിറ്റീവ് മറ്റെന്തെങ്കിലും വലിയ രീതിയിൽ ഉണ്ടായിരിക്കും. ഹെൻസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് പർച്ചേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ് വിൽ ഇൻക്രീസ്. ദിസ് ഈസ് ബിക്കോസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ. എന്തേക്കാരം, നെറ്റ് റിസൾട്ട് ഓഫ് പർച്ചേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ് കൂടും, പക്ഷേ എന്തേക്കാരം അത് വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവില്ല. ഇൻ അതർ വേർഡ്സ്, ആസ് പ്രൈസ് ഫാൾസ് ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ് ഇൻക്രീസ് ടു എ ലെസർ എക്സ്റ്റെൻറ്റ് ദാറ്റ് എനി നോർമൽ ഗുഡ്സ്. എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് എന്ത് ചെയ്യുന്നു, വർദ്ധിക്കും. പക്ഷേ എന്താണ്, ഒരു പരിധി വരെ വർദ്ധിക്കുള്ളൂ. ആ പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞ തന്നെയാണ്. നോക്കാം, ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കാം. എന്താണ്, ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. 2 ടൈപ്പ് ഓഫ് ഗുഡുകളാണല്ലേ, കമ്മോഡിറ്റി എക്സും ഉണ്ട്, കമ്മോഡിറ്റി വൈയും ഉണ്ട്. കമ്മോഡിറ്റി എക്സും കമ്മോഡിറ്റി വൈയും എന്താണ്, താഴെ എക്സും മുകളിൽ വൈ ആണ്. നമുക്കറിയാം, കസ്റ്റമറെ ഫസ്റ്റിലെ ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈൻ ആയിരുന്നത് ഈ കാണുന്ന എ ബി എന്നുള്ള ഒരു ബഡ്ജറ്റ് ലൈൻ. ഉദാഹരണം, എ ബി എന്നുള്ള ഈ ബഡ്ജറ്റ് ലൈൻ എന്താണ്, ഫസ്റ്റിലെ ഇനീഷ്യൽ ബഡ്ജറ്റ് ലൈനാണ്. ഈ ബഡ്ജറ്റ് ലൈന് ആദ്യത്തെ ഇൻഡിഫറൻസ് കർവല്ല IC1 എന്ത് ചെയ്യുന്നു, ടാൻജൻറ്റ് ചെയ്ത് പോകുന്നു. ഈ പോയിന്റിൽ വെച്ചിട്ട് അത് ടാൻജൻറ്റ് ചെയ്യുന്നു, അവിടെ ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാകുന്നു. ദാറ്റ് മീൻസ് എന്താണ്, OQ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. OY ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ ഒരു രീതി OQ നോക്കിയാൽ മതി, OQ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. ഇനി എക്സ് എന്താണ്, ഇൻഫീരിയർ ഗുഡും വൈ നോർമൽ ഗുഡുമാണ് കരുതുക. എക്സ് ഇൻഫീരിയർ ഗുഡും വൈ നോർമൽ ഗുഡുമാണ്. ഇനി കേസിൽ കരുതാം, രണ്ടാമത്തതിൽ എക്സ് എന്നുള്ള സാധനത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ, എക്സിൻ്റെ സാധനത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റ് ലൈൻ എ ബി ടാൻജൻറ്റ് പ്രൈസ് ഓഫ് എക്സ് ഫാൾ, ദ ബഡ്ജറ്റ് ലൈൻ എ ബി ഷിഫ്റ്റ് ടു AC, ദർ ഇസ് ന്യൂ IC2 ഡിഫറൻസ് കർവ് ടു ന്യൂ ഇക്വിലിബ്രിയം E1 അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു, സാധനത്തിൻ്റെ എക്സിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ബഡ്ജറ്റ് ലൈന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റ് ലൈൻ ഉണ്ടാകുന്നു. അതാണ് AC എന്നുള്ള പുതിയ ബഡ്ജറ്റ് ലൈൻ. ഇവിടെ എന്ത് ചെയ്യുന്നു, പുതിയൊരു ഇൻഡിഫറൻസ് കർവ് ഉണ്ടാകുന്നു, IC2 എന്നുള്ള ഇൻഡിഫറൻസ് കർവ് ഉണ്ടാകുന്നു അല്ലെ, പുതിയ ഹയർ ഇൻഡിഫറൻസ് കർവ് ഉണ്ടാകുന്നു. അവിടെ പുതിയൊരു ഇക്വിലിബ്രിയം പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് എന്ത്, E1 എന്നുള്ള ഇക്വിലിബ്രിയം പോയിന്റ്. E1 എന്നുള്ള പോയിന്റ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ക്വാണ്ടിറ്റി പർച്ചേസ് ഉണ്ടാകുന്നു, OQ1 എന്നുള്ള ക്വാണ്ടിറ്റി പർച്ചേസ് എന്തുണ്ടാകുന്നു. ഇതാണ് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. പ്രൈസ് ഇഫക്റ്റ് ആണ് എന്ത്, ഈ കാണുന്ന ഇത് എന്താണ്, ഇയിൽ നിന്ന് E1 ഈ പോക്കാണ് എന്ത്,
ഇയിൽ നിന്ന് പ്രൈസ് ഓഫ് എക്സ് ഹി പർച്ചേസ് മോർ ക്വാണ്ടിറ്റി ഓഫ് എക്സ് ഡ്യൂ ടു ഫാൾ ഇൻ ദ പ്രൈസ് ഇഫക്റ്റ് അല്ലെ പോസിറ്റീവാണ്. എന്താണ് ഈ വില കുറഞ്ഞുകൊണ്ട് ഇയിൽ നിന്ന് E1ലേക്കുള്ള ഈ ഒരു പോക്കിനെയാണ് എന്താ പറയുക ഈ പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് OQ ക്വാണ്ടിറ്റിയിൽ നിന്ന് OQ1 ക്വാണ്ടിറ്റി പർച്ചേസ് എന്ത് ചെയ്തു കൂടുതൽ ഇത്രയും ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നു പർച്ചേസ് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ കേസിൽ 500 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു നമുക്ക് വാങ്ങായിരുന്നെങ്കിൽ അല്ലേ 50 രൂപ വെച്ചിട്ട് കപ്പയും ബാക്കി 250 രൂപ 1 കിലോ ഇത് വാങ്ങായിരുന്നു. പക്ഷേ ഇനി കപ്പയുടെ വില കുറഞ്ഞ സമയത്ത് 25 രൂപയായി കഴിഞ്ഞാൽ നമുക്ക് കയ്യിലേക്ക് എത്ര രൂപ മതി 375 രൂപ ഉണ്ടായാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ സാധനം വാങ്ങാം. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ അധിക പൈസ ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൈസ കുറച്ചു കോമ്പൻസേറ്റഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പഴയ ഇൻഡിഫറൻസ് കർവുമായിട്ട് ടാൻജൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ ബഡ്ജറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് A1 C1 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത് പുതിയൊരു ബഡ്ജറ്റിന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇത് മാറ്റിയത്. അത് എന്തുകൊണ്ട് ടാൻജൻ ചെയ്തിട്ടാണ് ഈ ഇക്വിലിബ്രിയം പോയിൻറ്റ് IC1 ടാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ പുതിയൊരു ഇക്വിലിബ്രിയം പോയിൻറ്റ് E2 ഉണ്ടാകുന്നു. അതാണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്. ഈ പർച്ചേസ് മോഡ് ഇൻ ഓർഡർ ടു ബ്രേക്കപ്പ് ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് ദ മണി ഇൻകം ഓഫ് കൺസ്യൂമർ ഇസ് റെഡ്യൂസ്ഡ്. സോ ന്യൂ ബഡ്ജറ്റ് ലൈൻ ക്രിയേറ്റ്സ് A1 C1 എന്നുള്ളത് ഉണ്ടാക്കുന്നു. ഇത് ടാൻജൻ ടു IC1 അല്ലെ ഇനീഷ്യൽ ഇൻഡിഫറൻസ് കർവുമായിട്ട് എന്താണ് ടാൻജൻ ചെയ്ത് പോകുന്നു. ആ ന്യൂ ഇക്വിലിബ്രിയം ക്രിയേറ്റ്സ് E2 എന്നുള്ള ഇക്വിലിബ്രിയം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് പറയുന്നത് E2 എന്നുള്ള ഇക്വിലിബ്രിയം പോയിൻറ്റ് E2 ക്രിയേറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു the movement from E to E2 is same in same indifference curve is substitution effect. അപ്പോൾ നോക്കാം ഈ ഇയിൽ നിന്ന് ഈ E2ലേക്കുള്ള ഈ വരവുണ്ടല്ലോ ഈ ഇയിൽ നിന്ന് E2ലേക്കുള്ള ഈ ഇതാണെന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് ആദ്യത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള ഒരേ ഇൻഡിഫറൻസ് കർവിലുള്ള IC1 ഈ ഇയിൽ നിന്ന് ഈ E2ലേക്കുള്ള ഈ വരവാണെന്ത് ഈ വരവിനെ എന്ത് പറയുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പിനാണ് എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുക. ഇനി നമ്മൾ വന്നതാണ് നിലവിൽ എത്ര പൈസയാണ് കുറച്ചത് ആ പൈസ തന്നെ തിരിച്ച് അയാൾക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് അയാളുടെ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നു അല്ലേ അയാളുടെ ഇൻഡിഫറൻസ് കർവ് വലുതാക്കും. അതാണ് ഈ E2വിൽ നിന്ന് ഈ E1ലേക്കുള്ള ഈ പോക്കാണ് എന്ത് ഇൻകം ഇഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇയിൽ നിന്ന് E2 അതായത് മീൻസ് എന്താണ് നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഇയിൽ നിന്ന് E2വിൽ നിന്ന് E1ലേക്കുള്ള പോക്കാണ് എന്ത് ഇൻകം ഇഫക്റ്റ്. ദ മൂവ്മെൻറ്റ് ഫ്രം നൗ ദ എമൗണ്ട് ഓഫ് മണി ടേക്കൺ ഫ്രം ഹിം ഈസ് ഗിവൺ ബാക്ക്. അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ കുറച്ച് 375 രൂപ ഉള്ളത് നിന്നു ആ 125 രൂപ മാറി കൊടുത്തിട്ട് 500 രൂപനാക്കി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഇൻഡിഫറൻസ് കർവ് വലുതാകുന്നു. സോ ഹി വിൽ മൂവ് ഫ്രം E2 to IC1 to E1 to IC2 അല്ലേ. E2 എന്നുള്ള ഏതാണ് IC1 E2 ഉള്ളത്. ഈ E1 കിടക്കുന്നത് IC2 കിടക്കുന്നത്. അപ്പോൾ E2വിൽ നിന്ന് ഈ E1ലേക്കുള്ള പോക്കാണെന്ത് അതെന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഈ ക്വാണ്ടിറ്റിയിലേക്കുള്ള ഈ പോക്കിനെയാണ് എന്താ പറയുക ഇൻകം ഇഫക്റ്റ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകം എഫക്റ്റ് എന്താണ് നെഗറ്റീവാണ്. ഇതാണെന്ത് ഇൻഫീരിയർ കമ്മോഡിറ്റിയുടെ കേസിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇത്രയും ഒരു ചെറിയൊരു ഭാഗമാണുള്ളത്. ഇതൊന്ന് മനസ്സിലാക്കുക. ക്ലാസ് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബാക്കി എന്ത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു സോ മച്ച്.